നൗഷാദ് പറയുന്നത് കേൾക്കി നിങ്ങൾ, ബഹുരസമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഇന്നലെ പരപ്പനങ്ങാടിയിലായിരുന്നു മജ്ലിസുൽ മൗലിദ്. ആ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ മദീനയിൽ അവിടുത്തെ ഹദറത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബികൾ അവര് ആ ഒരു മഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായി. എന്താ ഉണ്ടായത്? പരപ്പനങ്ങാടിയില് കോമാട്ടുചാലിൽ അബ്ദുല്ലാന്റെ കൂടെ ഇരുന്നപ്പോ എന്തനുഭവം ഉണ്ടായത്? എന്തനുഭവം ഉണ്ടായത്? പണ്ട് ഷായർ മുബാറക്കിന്റെ മുകളിൽ അത്ര തേച്ചപ്പോ നിഴല് കണ്ടു എന്ന അനുഭവം പറഞ്ഞില്ലേ? ആ അനുഭവം ഉണ്ടായ മൗലവി ഷായർ മുബാറക്കിന് നിഴല് കണ്ട നിഴൽവാദിയാണ് നൗഷാദ്. അത് നേരിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത്. ഇപ്പൊ ഒന്നായിട്ടാണ് വിഴുങ്ങണം. ഇപ്പൊ ഒന്നായിട്ട് വിഴുങ്ങാണ്. കാരണം കളവ് പറയുന്നതിൽ PhD എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവര്. എങ്ങനെയെല്ലാം കളവ് പറയാം, പറഞ്ഞ കളവ് എങ്ങനെയെല്ലാം വിഴുങ്ങാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഭവം പറഞ്ഞ മൗലവിക്ക് ഇപ്പൊ എന്താ അനുഭവം ഉണ്ടായത്? കോമാട്ടുചാലിൽ അബ്ദുല്ലാന്റെ കൂടെ ഇരുന്നപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വഹാബത്ത് ഇരിക്കുന്നത് പോലെ അനുഭവം. സുബ്ഹാനല്ലാഹ്. അപ്പൊ കോമാട്ടുചാലിൽ തെറി പറയുന്ന ഈ അബ്ദുള്ള മൗലവി റസൂല്. ഇനിയോ നൗഷാദിനെ പോലുള്ള ഈ അടിമകള്, ആലിമീങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചീത്ത പറയുന്ന, ഫിസ്ഖ് ചെയ്യുന്ന ഇവര് ആര്? സ്വഹാബത്ത്. എങ്ങനെയുണ്ട്? മദീനത്തെ പള്ളിയെ അതിന്റെ ഒരു പ്രത്യേകമായ കാരണം വെച്ചുകൊണ്ട് നമ്മൾ ഉപമിച്ചു. അതിനെ തശ്ബീഹാക്കിയപ്പോ മദീനത്തെ പള്ളിയാക്കി ഇനി കാബ കൊണ്ടുവന്ന് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ടീമാണ് ഇപ്പൊ കോമാട്ടുചാലിൽ അബ്ദുല്ലാന്റെ അടുക്കൽ ഇരിക്കുന്നത് റസൂലുള്ളാന്റെ അടുക്കൽ സ്വഹാബത്ത് ഇരിക്കുന്നത് പോലെയാണെന്ന് ഉപമിച്ചത്. അപ്പൊ കോമാട്ടുചാലിൽ അബ്ദുല്ലാനെ റസൂലാക്കി. നൗഷാദും അൻവരിയും തൊടിയൂരിനെ പോലുള്ള ഈ ടീം, ഈ മൂന്നാംകിട ടീമുണ്ടല്ലോ, അവരാരാണ്? എന്ന് പറഞ്ഞ സ്വഹാബത്ത്. എങ്ങനെയുണ്ട്? അപ്പോ എന്തിനാ മൗലവി ഇതുപോലുള്ള ഈ വിലയില്ലാത്ത, ഒരു മൂല്യവുമില്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ചോദിക്കുകയാണ്. ഇത് തന്നെയാണ് മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞാല്. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ കറാമത്ത് അത് അപ്പോൾ തന്നെ അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ഉസ്താദുമാരെ ആവശ്യമില്ലാതെ അനാവശ്യമായി പറഞ്ഞു അവരെ പേരിൽ കളവുകൾ പറഞ്ഞു. അത് പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല അവരെ കൊണ്ട് ഇങ്ങനെയും പറയിപ്പിച്ചത്. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഞങ്ങളെ ഉസ്താദുമാരെ അതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിച്ചെങ്കിൽ ഇനി നൗഷാദിന്റെ പേരിൽ നിങ്ങൾ ഈ ആക്ഷേപം നടത്ത്. നൗഷാദിനോട് ഈ ആക്ഷേപം പറയൂ. നൗഷാദി പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ പോലെയാണ് ആര്? കോമാട്ടുചാലിൽ അബ്ദുള്ള. ആ സദസ്സിൽ കിട്ടുന്ന ഫീലിംഗ് ആണ് ആർക്ക് കിട്ടിയത്? സ്വഹാബത്തിന് കിട്ടുന്ന ഫീലിംഗ് ആണ് നൗഷാദിന് കിട്ടിയത്. അത് മൂപ്പര് അനുഭവിച്ചതാണ്. ഇനി അത് നിഷേധിക്കാനൊന്നും പറ്റൂലല്ലോ. അനുഭവം എങ്ങനെ നിഷേധിക്കാം? അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ നമ്മുടെ ഔലിയാക്കളെ, നമ്മുടെ മഹാന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരെ ഒരു കാരണവുമില്ലാതെ ചീത്ത വിളിക്കുക, തോന്നിവാസം പറയുക. ഈ ക്ലിപ്പ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ കിട്ടേണ്ടത് ഇവിടെ കിട്ടും, അതിൽ യാതൊരു തർക്കവും വേണ്ട.